നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഇന്ന് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേക സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല ബന്ദ് പ്രഖ്യാപിച്ചതോടെ നാഗാലാൻഡിലെ 6 ജില്ലകളിൽ വോട്ട് ചെയ്യാൻ ആരും എത്തിയില്ലെന്ന് റിപ്പോർട്ട്. മേഖലയിലെ 7 ഗോത്രവർഗ സംഘടനകളുടെ ഉന്നത ബോഡിയാണ് ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ. മേഖലയിൽ സ്ഥിതിഗതികൾ സമാധാനപരമാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റു അത്യാഹിത സേവനങ്ങളുടെയും ഒഴികെ ജനങ്ങളോ വാഹനങ്ങളോ സഞ്ചരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. കിഴക്കൻ മേഖലയിലെ 6 ജില്ലകളിലെ 738 പോളിംഗ് സ്റ്റേഷനുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് നാഗാലാൻഡിലെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ അവ ലോറിംഗ് പറഞ്ഞു. എന്നാൽ സംഘടന ജനങ്ങളോട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ രാവിലെ 11 മണിവരെ ആരും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം വൈകിട്ട് 4ഓടെ പോളിംഗ് അവസാനിക്കും. മാത്രമല്ല 4 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാർ ഈ ജില്ലകളിലായുണ്ട്. ചാങ്, കൊന്യാക്, സാങ്തം, ഫോം, യിങ്കിയും, കിയാം ന്യൂയങ്കൻ, തിഖിർ എന്നിങ്ങനെ 7 നാഗാ ഗോത്രങ്ങളാണ് ഈ ജില്ലകളിലുള്ളത്. പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യത്തെ സുമി ഗോത്രത്തിലെ ഒരു വിഭാഗവും പിന്തുണക്കുന്നുണ്ട്. 6 ജില്ലകൾ വർഷങ്ങളായി അവഗണിക്കപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി 2010 മുതൽ സംഘടന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് അനാവശ്യ സ്വാധീനം ചെലുത്താനുള്ള ശ്രമമായാണ് ബന്ദിനെ വീക്ഷിക്കുന്നതെന്ന് നാഗാലാൻഡ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആർ വ്യാസൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി സംഘടനയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിന് വിഘാതം സൃഷ്ടിക്കുന്നത് കുറ്റകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ലോക്സഭാ സീറ്റാണ് സംസ്ഥാനത്തുള്ളത്. NDAയുടെ ഭാഗമായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും കോൺഗ്രസുമാണ് ഇവിടെ മത്സരം. നിലവിലെ MP തോഖേഹോ യബ്തോമിയാണ് NDPPയുടെ സ്ഥാനാർത്ഥി. സുപോങ് മെറേം ജമീറാണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത്.